അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 102 സങ്കീർത്തനം 7 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ആകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 102 സങ്കീർത്തനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ്. അവൻ വലിയ കഷ്ടത്തിൽ കൂടി കടന്നുപോയി എന്നും നമുക്ക് വേണ്ടി ശരീരം ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറി മുറിക്കപ്പെട്ടു എന്നും നമുക്കറിയാം. യേശു കർത്താവ് വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ മാത്രമായിരുന്നില്ല, കാട്ടുചെന്നായ്ക്കൾ കൂട്ടത്തോടെ വന്ന് ആക്രമിച്ചപ്പോൾ തകർന്ന് തരിപ്പണമായി തീർന്ന ഒരു ആട്ടിൻകുട്ടിയെപ്പോലെയുമായിരുന്നു. അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണെങ്കിലും നമുക്ക് വേണ്ടി അവൻ്റെ ശക്തി അടക്കി വെച്ച് ഒരു കുഞ്ഞാടായി തീർന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കഷ്ടത അനുഭവിച്ചത്. നാമായിരുന്നു ആ കഷ്ടത സഹിക്കേണ്ടിയിരുന്നത്. അതും ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത നിത്യ നരകത്തിൽ കിടന്നാണ് നാം നരകിക്കേണ്ടിയിരുന്നത്. എന്നാൽ നമ്മുടെ പാപവും അതിന് ഫലമായി നമ്മിൽ വന്ന ശാപവും പിതാവ് പുത്രനിൽ നമുക്ക് വേണ്ടി ചുമത്തി. നീതിമാനായ പിതാവ് പുത്രൻ്റെ അനുവാദത്തോടെ തന്നെയാണ് നമ്മുടെ പാപവും അതിന് ഫലമായി നമ്മിൽ വന്ന ശാപവും പുത്രൻ്റെ മേൽ ചുമത്തിയത്. നമ്മുടെ അതിക്രമങ്ങളും തെറ്റുകളും എല്ലാം യേശുവിൻ്റെ അതിക്രമമായി യേശു അംഗീകരിച്ചു. അവൻ നമ്മുടെ പകരക്കാരനായി ശിക്ഷ അനുഭവിച്ചു. ബ്രിട്ടനിൽ രാജകുമാരന്മാർ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ അവനൊരു പകരക്കാരൻ ഉണ്ടാകാറുണ്ട് എന്ന് പറയപ്പെടുന്നു. രാജകുമാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കുവാൻ കഴിയുകയില്ല. അതിനു പകരം അവൻ്റെ പകരക്കാരനെയാണ് ശിക്ഷിക്കുക. അതുകൊണ്ട് രാജകുമാരൻ്റെ പകരക്കാരൻ പലപ്പോഴും രാജകുമാരന് വേണ്ടി വലിയ ശിക്ഷ അനുഭവിക്കാറുണ്ട്. അതിന് രാജാവ് ശമ്പളം കൊടുക്കും. എന്നാൽ ഇവിടെ ഇതാ രാജകുമാരനായ കർത്താവായ യേശു ക്രിസ്തു പാപികളായി നമുക്ക് വേണ്ടി പകരക്കാരനായിരിക്കുന്നു. നമ്മുടെ പാപത്തിനും അതിൻ ഫലമായി നമ്മിൽ വന്നു ചേർന്ന ശാപത്തിനുമായി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പകരക്കാരനായി കഷ്ടത അനുഭവിച്ചു. നമ്മുടെ പാപവും ശാപവും അവൻ്റെ മേൽ ചുമത്തി. നമ്മുടെ പാപവും ശാപവും തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആ യേശു 102 സങ്കീർത്തനം 7 വാക്യത്തിൽ കൂടി നമ്മോട് പറയുകയാണ്, ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു എന്ന്. 1 കൊരിന്ത്യർ 11 അധ്യായം 3 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സന്ധ്യാസമയത്താണ് യേശുവും ശിഷ്യന്മാരും പെസഹ കഴിക്കുന്നതിനായി വിരിച്ചൊരുക്കിയ വൻ മാളികയിൽ കൂടി വന്നത്. അവർ പഴയ നിയമ പെസഹ ഭക്ഷണം കഴിക്കുന്ന സമയം യൂദ അവരോട് കൂടെ ഭക്ഷിച്ചിരുന്നു. എന്നാൽ യേശു അപ്പകണ്ഡം യൂദയ്ക്ക് കൊടുത്ത ഉടനെ സാത്താൻ അവനിൽ കടന്നു. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇതാരെക്കുറിച്ച് പറയുന്നെന്ന് ശിഷ്യന്മാർ സംശയിച്ചു തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാറിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിനെ നെഞ്ചോട് ചാഞ്ഞ്, കർത്താവേ, അത് ആര് എന്ന് ചോദിച്ചു. ഞാൻ അപ്പകണ്ഡം മുക്കി കൊടുക്കുന്നവൻ തന്നെയെന്ന് യേശു ഉത്തരം പറഞ്ഞു. ഖണ്ഡം മുക്കി ശീമോൻ ഇസ്കുരത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ഖണ്ഡം വാങ്ങി ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അധ്യായം 30 വാക്യത്തിൽ ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിനായി ലഭിച്ച 30 വെള്ളിക്കാശ് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് യൂദ പെസഹ കഴിപ്പാൻ വന്ന് കൂട്ടത്തിൽ ഇരുന്നത്. പാപം ചെയ്തുകൊണ്ട് പുതിയ നിയമ പെസഹയായ കർത്തൃമേശ നാം എടുക്കുമ്പോൾ യൂദായിൽ അപ്പകണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ പ്രവേശിച്ചതുപോലെ നമ്മിലും പ്രവേശിക്കുവാൻ ഇടവരാതിരിക്കുന്നതിനാണ് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ചതിന് ശേഷം മാത്രം കർത്തൃമേശ എടുക്കാവൂ എന്ന് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്. ഒരിക്കൽ സാത്താൻ നമ്മിൽ കടന്നാൽ
യൂദായെപ്പോലെ നാമും കർത്താവിനെതിരെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ദൈവദാസന്മാർക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ആകയാൽ നാം വളരെ സൂക്ഷിക്കണം. അപ്പോൾ രാത്രിയായിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാത്രിയുടെ തുടക്കത്തിൽ യേശുവിനെ പിടിച്ചു ഉപദ്രവിക്കുവാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അവന് ഉറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. വരുന്നവർ അവനെ കുറ്റം പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. തീർത്തും അവൻ ഏകനാണ്. യേശുവിന് വേണ്ടി സംസാരിക്കുവാൻ അവന് ചുറ്റും ഒരു വ്യക്തിയെപ്പോലും കണ്ടില്ല. എല്ലാവരുടെയും കണ്ണ് അവനെ രൂക്ഷമായി നോക്കുന്നു. ശത്രുക്കളായ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണെങ്കിലും അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപവും ശാപവും ചുമന്നുകൊണ്ട് നിൽക്കുന്നതിനാൽ ഒരു കണ്ണിനും അവനോട് കരുണ തോന്നിയില്ല. അവൻ്റെ കന്നത്തടിക്കുന്നു, നിന്ദിക്കുന്നു, മുഖത്ത് തുപ്പുന്നു, മുഖത്തെ രോമം പിഴുതെടുക്കുന്നു, ഇടിക്കുന്നു, അടിക്കുന്നു, ശരീരം കീറി മുറിക്കുന്നു. തളർന്ന് അവൻ അവശനായിട്ട് പോലും അവനെ ഉപദ്രവിക്കുന്നതിൽ റോമൻ പട്ടാളക്കാർ ആനന്ദം കണ്ടെത്തി. പീലാത്തോസിൻ്റെ ഭാര്യ യേശുവിന് അനുകൂലമായി കണ്ട ദർശനം കേട്ടിട്ട് പോലും യേശുവിനെ മനസ്സിലാക്കുവാൻ പീലാത്തോസ് കൂട്ടാക്കിയില്ല. കാരണം പീലാത്തോസിന് യേശുവിനേക്കാൾ കൈസറായിരുന്നു പ്രധാനം. എന്നാൽ യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ച പീലാത്തോസ് തൻ്റെ ഭരണ കസേരയിൽ വീണ്ടും ഇരുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ നീതിമാനായ യേശുവിനെ ക്രൂശിച്ച ആ കുറ്റബോധത്താൽ അവൻ കഷ്ടത്തിലായി എന്നാണ് പറയപ്പെടുന്നത്. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ ഒരു കുരികിലിനെ പോലെ ആയിത്തീർന്നു. സാധാരണയായി ഒരു കുരികിൽ വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്നത് തൻ്റെ ഇണ നഷ്ടപ്പെടുമ്പോൾ ആണ്. ചെറിയ പക്ഷിയാണെങ്കിലും തൻ്റെ കൂടെ താമസിക്കുന്ന തൻ്റെ ഇണ നഷ്ടപ്പെടുമ്പോൾ അത് ഒറ്റയ്ക്ക് വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുകയും തൻ്റെ ഇണ നഷ്ടപ്പെട്ട ദുഃഖത്താൽ ചിലപ്പോഴെല്ലാം അതിൻ്റെ ഹൃദയവേദന ശബ്ദങ്ങളായി പുറത്തു വരികയും ചെയ്യും. കാര്യമായി മനുഷ്യർ വിലമതിക്കാത്ത കൊച്ചു കുരുവിയുടെ കാര്യമാണ് ഞാനിവിടെ പ്രസ്താവിച്ചത്. ചിലപ്പോഴെങ്കിലും മനുഷ്യരായ നാം നമ്മുടെ തുണകൾ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് കയ്പായിരിക്കാറുണ്ടോ? അവർ ഉള്ളപ്പോൾ നമുക്ക് അവരുടെ വില മനസ്സിലാവുകയില്ല. നമ്മുടെ തുണ നഷ്ടമാകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. കേവലം ഒരു ഇണയ്ക്ക് വേണ്ടിയല്ല ദൈവം തക്കതായ തുണയെ നമുക്ക് തന്നത്. നമ്മെ സഹായിക്കുവാനും നാം ഏകരായി ഇരുന്ന് ദുഃഖിക്കാതിരിക്കുവാനും ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് തക്കതായ തുണയെ തന്നിട്ടുള്ളത്. നമ്മുടെ തുണയോട് വാശിയിലും വൈരാഗ്യത്തിലുമാണ് നാമെങ്കിൽ സാത്താന് വളരെ സന്തോഷമായിരിക്കും. കാരണം തൻ്റെ തുണയോട് വൈരാഗ്യത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവവുമായി സന്തോഷിക്കുവാൻ കഴിയുകയില്ല എന്ന് സാത്താൻ അറിയാം. സാത്താൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് പിണക്കി അകറ്റും ഞാൻ അവനെയും അവളെയും എന്ന്. എന്നാൽ യേശു കർത്താവ് തനിച്ചിരിക്കുന്ന കുരികിലിനെ പോലെ ആയി തീർന്നിരിക്കുന്നത് തൻ്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടിയാണ്. ആ മണവാട്ടി സഭയെ സാത്താനിൽ നിന്നും രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ ശത്രുക്കളുടെ മധ്യേ ഉറക്കളിച്ചിരിക്കുന്നതും ദേഹോപദ്രവം ഏൽക്കുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും സകല നിന്ദയും കഷ്ടതയും അനുഭവിക്കുന്നതും. യേശുവിൻ്റെ മണവാട്ടി സഭയിലെ അംഗങ്ങളായി നമ്മെ ചേർക്കുവാനായി അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതയും അവൻ അനുഭവിച്ച വേദനയും പറഞ്ഞറിയിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ഒറ്റയ്ക്കല്ല. പെറ്റ തള്ളയേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവനായ ഒരു നാഥൻ നമുക്കുണ്ട്. ധൈര്യത്തോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് പോയിക്കൊള്ളുക. വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രാമധ്യേ ഇസ്രായേൽ മക്കൾ നേരിട്ടതുപോലെ ചെറിയ പ്രശ്നങ്ങൾ ഒരു പക്ഷേ നാം നേരിട്ടു എന്ന് വന്നേക്കാം. എന്നാൽ അത് നമ്മുടെ അവസാനമല്ല. നമ്മുടെ ഓട്ടം നിത്യതയ്ക്ക് വേണ്ടിയാണ് നാം ഓർക്കണം. ആ ഓട്ടത്തിനിടയിൽ വന്നുകൂടുന്ന ചില പ്രതിസന്ധികൾ നമ്മെ പണിയുവാനാണ്, നശിപ്പിക്കുവാനല്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. ആകയാൽ ഹൃദയത്തിൽ വ്യസനവും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഉറക്കളിച്ചിരിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സാത്താനിൽ നിന്നും രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം.
അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങ് തിരിച്ചറിയുവാൻ തക്ക ഹൃദയം അങ്ങ് അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.